പത്തനംതിട്ടയിൽ കനത്ത മഴയില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആശ്വാസം ആലപ്പുഴയിൽ ഉണ്ടാവും. നിഷയുണ്ട്. നിഷ, പത്തനംതിട്ടയുടെ മലയോര മേഖലകളിൽ ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നില്ല, എന്നാൽ ഒറ്റപ്പെട്ട മഴയുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട മേഖലയിൽ, കിഴക്കൻ മേഖലയിൽ മഴ പെയ്യുന്നതും പമ്പാ നദിയിലെ ജലനിരപ്പും ഒക്കെയാണ് ആലപ്പുഴയിലെ പ്രളയത്തെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ജലനിരപ്പിനെയൊക്കെ സ്വാധീനിക്കുന്ന അത്തരം ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ ഒരു നിമിഷത്തിൽ ആശങ്കയ്ക്ക് ഇടയില്ല എന്നാണ് മിഥുൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നിഷ, ആലപ്പുഴയുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്? താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? മഴ എങ്ങനെയുണ്ട് ആലപ്പുഴയിൽ? നിഷ. ഉമേഷ്, ആലപ്പുഴയിൽ നിലവിൽ മഴ പെയ്യുന്നില്ല. രാവിലെ മുതൽ തന്നെ ശക്തമായും ശക്തി കുറഞ്ഞുമൊക്കെ ഇടവിട്ട് മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് ആലപ്പുഴയിലുള്ളത്. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടയിൽ, ഒപ്പം തന്നെ കോട്ടയം പോലുള്ള കിഴക്കൻ മലയോര മേഖലകളിൽ മഴ കുറഞ്ഞാൽ അത് കുട്ടനാട്ടുകാർക്കും ആലപ്പുഴക്കാർക്കും ഒക്കെ ആശ്വസിക്കാനുള്ള വക നൽകുന്നതാണ്. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ റെഡ് അലർട്ടാണുള്ളത്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജില്ലയിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളാത്തുരുത്തി മേഖലയിലാണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത്, എനിക്ക് രണ്ട് വശത്തുമുള്ളത് പാടശേഖരങ്ങളാണ്. ഈ പാടശേഖരങ്ങളിൽ രണ്ടാം കൃഷിക്കായി വെള്ളം കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ വെള്ളം കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പെയ്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പള്ളാത്തുരുത്തി, ചുങ്കം, ഒപ്പം തന്നെ കൈനകരി പോലുള്ള മേഖലകളിൽ ഈ പാടശേഖരങ്ങൾക്ക് സമീപമുള്ള വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പാടശേഖരങ്ങൾക്ക് ചുറ്റുമുള്ള റോഡുകളിലേക്കും ഒക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. റോഡുകളിലും വെള്ളം കയറിയൊരു സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതാണ് ആലപ്പുഴ ജില്ലയിൽ നിലവിലുള്ള ഒരു സാഹചര്യം. ഒപ്പം തന്നെ ഈ പമ്പയാറിൻ്റെയും ഒക്കെ ഇരുവശത്തും താമസിക്കുന്ന ആളുകൾക്ക്, പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളുടെ ഇരുവശങ്ങളിലും താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കിഴക്കൻ മലയോര മേഖലകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ കിഴക്കൻ വെള്ളം ഒഴുകിയെത്താൻ, വളരെ ശക്തമായി തന്നെ ഒഴുകിയെത്താനുള്ള സാഹചര്യം കുട്ടനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഈ നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കുട്ടനാട്ടിൽ വെള്ളം ഉയരുമ്പോൾ തോട്ടപ്പള്ളി പൊഴിയിലൂടെ ജലം കടലിലേക്ക് ഒഴുക്കി വിടാനുള്ള മാർഗമെന്നോണം പൊഴി തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഏതെങ്കിലും രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുകയാണെങ്കിൽ, നിലവിൽ മഴയില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ, എങ്കിലും ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ മഴ ശക്തമാവുകയാണെങ്കിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറക്കാനുള്ള അവിടെ വെള്ളത്തിന്റെ ഭീഷണിയുണ്ടോ? ഉമേഷ്, ആദ്യം തന്നെ ഈ മഴ പെയ്യുകയാണെങ്കിൽ കുട്ടനാട്ടിലും AC റോഡിലും ഒക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ AC റോഡിൽ വെള്ളക്കെട്ട് ഒന്നും തന്നെ ഇല്ല. വെള്ളക്കെട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് AC റോഡ് വഴിയുള്ള ഗതാഗതത്തിനൊന്നും യാതൊരു തടസ്സവും നിലവിലില്ല. നിലവിൽ വെള്ളമില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് AC റോഡിലുള്ളത്. AC റോഡിൽ മൂന്നാംകരയ്ക്ക് സമീപമാണ് ആദ്യം തന്നെ ഈ പാടശേഖരങ്ങൾ നിറഞ്ഞു കവിയുകയാണെങ്കിൽ AC റോഡിലെ മൂന്നാംകരയ്ക്ക് സമീപവും പൂപ്പള്ളിയിലുമൊക്കെയാണ് ആദ്യം വെള്ളക്കെട്ടുണ്ടാകുന്നത്. നിലവിൽ അവിടെയൊന്നും തന്നെ വെള്ളക്കെട്ട് ഒന്നും രൂപപ്പെട്ടിട്ടില്ല. ഒപ്പം ചമ്പക്കുളം എടത്വ റോഡിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയ രീതിയിൽ രാവിലെ അല്പം വെള്ളക്കെട്ടുണ്ടായിരുന്നു, ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ വെള്ളം ഇറങ്ങി എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എങ്ങും തന്നെ, ആലപ്പുഴയിൽ എങ്ങും തന്നെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടൊന്നും രൂപപ്പെട്ടിട്ടില്ല. ഒപ്പം തീരപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പുറക്കാട് രാവിലെ ശക്തമായ മഴയിലും കാറ്റിലും മരം ഒരു വീടിന്റെ മതിലിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണ് മതിൽ തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ആശങ്കയ്ക്ക് ഇടയാക്കാത്ത രീതിയിൽ തന്നെയാണ് ആലപ്പുഴ ജില്ല മുന്നോട്ട് പോകുന്നത്. ഉമേഷ്. ശരി, പത്തനംതിട്ടയിൽ കാര്യമായ മഴയില്ലാത്തതുകൊണ്ട് തന്നെ ആലപ്പുഴയിലും അല്പം ആശ്വാസമുണ്ട്. പ്രധാനപ്പെട്ട മേഖലകളിലൊന്നും വെള്ളം കയറിയിട്ടില്ല. പാടശേഖരങ്ങളിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ മഴ പെയ്താൽ അത് പ്രധാന റോഡുകളിലേക്കും വീടുകളിലേക്കും ഒക്കെ വെള്ളം കയറുമെന്നാണ് നിഷ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഗ്രൗണ്ട് റിപ്പോർട്ടർ പൂർത്തിയാവുന്നു. നമസ്തേ.